ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പറയാനുള്ളത് അതെ, വളരെ സാഹസികമാണ്. നമ്മൾ എൻട്രൻസ് വരുന്നത് ഉള്ളിലോട്ട് മൊബൈൽ അലൗഡ് അല്ല കേട്ടോ. അതൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ദുബായിൽ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് ക്രിയേറ്റ്സ് ഒക്കെ ഞാൻ എന്തിടണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെയുള്ള ഓർഡർ ഇതാണ്. അപ്പോൾ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷമാവുകയാണ്, ജനുവരി 31. അപ്പം മോർണിംഗ് ദീപം വെച്ചു, കുടിച്ച് ദീപം വെച്ച് ഇനി ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. പക്ഷെ സാരില്ല, ഇവിടുത്തെ അമ്പലമൊക്കെ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകേണ്ട ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് പോകാമെന്നുള്ളൂ. അപ്പം അതിന് മുന്നേ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കണം. അപ്പം യെസ് ദീപക്, എന്താണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പറയാനുള്ളത്? അതെ, വളരെ സാഹസികമായിട്ട് 1 ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതെ, ഇനി അങ്ങോട്ട് അടിപൊളിയാവട്ടെ അല്ലേ? ഇൻഷാ അല്ലാ. അതെ, അപ്പം ഇന്ന് ഞങ്ങളെ വ്ളോഗ് എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതാണ്. അപ്പം ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അമ്പലത്തിൽ പോകാം. അങ്ങനെ നമ്മൾ ടെമ്പിളിൽ പോവാണ് കേട്ടോ. നമ്മൾ ദേറയിലുള്ള ഒരു ടെമ്പിളിലാണ് പോകുന്നത്. ഞാനിവിടെ കുറേ മുന്നേ പോയതാണ്. അതിന് മുന്നേ ഞാൻ ജബ്ലലിയിലൊരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് കാലമായി പോയിട്ട്, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടി കേട്ടോ. നമ്മൾ 2-3 റൗണ്ട് അടിച്ചിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ പാർക്കിംഗ് കിട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ഇതാ നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ 2 സൈഡും ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേയൊന്നുമില്ല, പക്ഷെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. ഉള്ളിലോട്ട് മൊബൈൽ അലൗഡ് അല്ല കേട്ടോ. തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങിപ്പോന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസിലൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. അപ്പോൾ കുറേ പൂക്കളും എണ്ണയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഊണ് കഴിക്കാനായിട്ട് ശരവണ വയലിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നല്ല സദ്യയും അതുപോലെ പായസമൊക്കെ കഴിച്ചു. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ സദ്യ ആക്കിയതാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ സദ്യ കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റായിട്ട് ഓണത്തിൻ്റെ സമയത്താണ് കഴിച്ചത്. അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും സദ്യയിൽ ഇഷ്ടപ്പെട്ട കറി ഏതാ? ഞാൻ കൂടുതൽ എപ്പോഴും രസം, സാമ്പാർ അതിൻ്റെ ആളാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് കേസരി ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏതാണ് സദ്യയിൽ വിഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നല്ല ടൈം എടുത്ത് അതൊക്കെ കഴിച്ചു തിരിച്ചു പോന്നു വീട്ടിലോട്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കൊലം നോക്കി ആകെ പറ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, ലഞ്ച് സദ്യയാണ് കഴിച്ചത്. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കഴിയുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ പോകുന്ന അമ്പലത്തിൻ്റെ ഫീലൊന്നും കിട്ടിയില്ല കേട്ടോ. വെറുതെ പോയി തൊഴുതിട്ട് വന്നു. പിന്നെ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. സദ്യയൊക്കെ കഴിച്ചപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈവനിങ് കുറച്ച് പാർട്ടി പോലെ ഒരു ഡേറ്റിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു, കാരണം ലേറ്റായി. അപ്പം പെട്ടെന്ന് തന്നെ ദുബായിൽ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ചേഞ്ച് ചെയ്ത് പോകുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ അർഷാദൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അങ്ങനെ പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ പ്ലാനിങ് ശരിക്കും ഇതൊന്നും അല്ലായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വേറൊരു കൺട്രിയിൽ പോകണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് ലീവൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡേറ്റിങ്ങിന് പോകാം അല്ലേ? അതെ, എങ്ങനെയുണ്ട് ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം? ഓക്കെ അല്ലേ? അതെ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, ഇത്ര തന്നെ ഉള്ളൂ. പറ്റുമെന്ന് സൺറൈസ് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി. അപ്പോൾ ഒക്കെ നിങ്ങളെയും കൂടി കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 4 മണി ആവാറായിട്ടുണ്ട്. വേഗം തന്നെ ദുബായിലെത്തണം. അത്രേ ഉള്ളൂ. അപ്പം എന്താ, ഈ ഒരു വർഷമായി, ഒരു വർഷം കഴിഞ്ഞു. പെട്ടെന്ന് സമയം പോയി. കഴിഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷനിലോട്ടുള്ളൊരു
പോക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി പോകുന്നുള്ളൂ, അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഡൗൺ ടൗൺ ആയിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഉണ്ടായ പ്ലാൻ ആയതുകൊണ്ട് തന്നെ വേറെ പ്ലേസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നല്ല ക്ലിക്സ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതുകൊണ്ട് പോവുകയാണ്. ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ എത്തിയപ്പം. ഇവരാണ് നമുക്ക് ഫോട്ടോ എടുത്തു തന്നത്. അവിടെ വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ എടുത്തു തന്നു. ഈ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് ഞാൻ ഇന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണേ, അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാം, ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ അർഷാദിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അർഷാദിൻ്റെ ഫെബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഓൾറെഡി നമ്മൾ കുറച്ച് വ്ളോഗ്സൊക്കെ ഇട്ടപ്പം അവരിട്ടിട്ടുണ്ടായിരുന്നു. ഫെബി ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് അവളെ നമ്മൾ മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. ഇതാ നല്ല വ്യൂ അല്ലേ, അപ്പോൾ ഇത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പക്ഷെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ യുഎയിൽ ഭയങ്കര തണുപ്പാണല്ലോ, അപ്പോൾ അത്ര അധികമൊന്നും അവിടെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്നും കുറച്ച് ക്ലിക്ക് ചെയ്യാനൊക്കെ നോക്കി. അർഷയൊക്കെ കുറച്ച് പോസെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ അതാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കേട്ടോ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക. ആ ഫോട്ടോ നമുക്ക് നല്ലതായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം അതുതന്നെയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് പാരാമൗണ്ട് ഹോട്ടലോട്ടാണ് കേട്ടോ. വിഷ്ണു ഉണ്ട് നമ്മളെ കൂടെ. വിഷ്ണുവാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. മെയിൻ ഫോട്ടോസൊക്കെ വിഷ്ണുവാണ് കേട്ടോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർഷാക്കി ഉണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അപ്പോൾ അവിടെ എത്തി. ഞാൻ കുറേയൊക്കെ മുന്നേ പ്ലാൻ ചെയ്യുന്നൊരു കൂട്ടത്തിലാട്ടോ. അപ്പോൾ ഞാൻ വെഡിങ് ആനിവേഴ്സറി വരുന്നതിനെക്കാട്ടി മുന്നേ ഡ്രസ്സൊക്കെ ഞാൻ എന്തിടണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പം ഒരുപാട് പേര് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പം ചോദിച്ചിരുന്നു ഡ്രസ്സ് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ അത് മിന്ത്രയിൽ നിന്നാണ്. അങ്ങനെ അതാ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഡേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവരും ഉണ്ടായിരുന്നു. ഇതാണ് വിഷ്ണു കേട്ടോ. വിഷ്ണുവാണ് നമുക്ക് പിക്സ് എല്ലാം എടുത്തുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. ക്യാമറയിൽ നമ്മൾ പിക്സ് നോക്കിയപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആൻഡ് ദീപക് ആൾസോ. അപ്പോൾ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ. പക്ഷേ അതൊക്കെ മെയിനായിട്ട് നമുക്ക് പോസൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെന്താ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ ദുബായിലാകുമ്പം നമ്മളെ ഫുഡ് സ്പോട്ടായിട്ടുള്ളത് കരാമയല്ലേ. അപ്പം അവിടെ നിന്ന് നേരെ കരാമയിലോട്ട് വിട്ടു. കരാമയിൽ ചെന്നപ്പോൾ ആകെ തന്നെ കൺഫ്യൂഷനായിരുന്നു എവിടെ നിന്ന് കഴിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെയോ ഒരു ഹോട്ടലിൽ കയറി. ഏതാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഫുഡെല്ലാം കിട്ടി. പുട്ട്, മീൻകറി, വെള്ളപ്പം, ബീഫ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും കുറച്ച് ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും നല്ല ലേറ്റായി. പക്ഷേ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടം കൊണ്ട് കഴിയുന്നില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ച് സർപ്രൈസും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി തലേദിവസം ആയിട്ട്, അതായത് 12 o'clock നടന്ന സംഭവമാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചു തന്നത്. ഇനി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് രാത്രി വന്ന സർപ്രൈസാണ് ഇത്. ഇത് നമ്മളെ ദീപകിൻ്റെ അനിയത്തി അവർ കൊടുത്തയച്ചതാണ്, കേക്കും ബൊക്കയും. അപ്പം നമ്മൾ അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കട്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്കങ്ങനെ യുഎയിലൊക്കെ ഒരുപാട് നാട്ടിൽ നിന്ന് കൊടുത്തയക്കാൻ പറ്റുന്ന, അതായത് അങ്ങനെ ബൊക്ക, കേക്ക് അങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യുന്ന കുറേ പേജസ് ഉണ്ട്. അങ്ങനെ അവൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേക്ക്. പിന്നെ അതുപോലെ ബൊക്ക ആൾസോ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു ബിഗ് താങ്ക്സ്. അവിടെ കൊണ്ടും സർപ്രൈസ് തീരുന്നില്ല. വീണ്ടും സർപ്രൈസായിട്ട് എൻ്റെ ബ്രദറും ഫാമിലിയും വന്നു കേട്ടോ. അപ്പോൾ അവർ കിസൈസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ ഈ ഒരു ഡേ ആയിട്ട് സർപ്രൈസായിട്ട് വന്നതാണ്. അപ്പം ഇവർ കണ്ടിട്ടുണ്ടാവും, അർവിൻ, അൻവി. ഞാൻ പല വീഡിയോസിലായിട്ട് ഇവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നമുക്ക് ഡ്രസ്സും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസായിരുന്നു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാതെ ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേക്ക് കട്ട് ചെയ്യുക, അതിലത്തെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പം നമുക്ക് വേഗം തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്.
അപ്പം ഇതും നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, മാംഗോൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന 2 സർപ്രൈസാണ് ദീദുവിൻ്റെയും അതുപോലെ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ആ ഒരു ഡേ എന്താ പറയുക, നല്ല ഒരു അടിപൊളിയായിരുന്നു. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. നല്ല സന്തോഷമായി. അപ്പോൾ ഇനി ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ സജഷൻസ് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഞാൻ ഈ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്, അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ബൈ.